നിങ്ങളുടെ കുഞ്ഞ് നിർത്താതെ കരയുകയാണ്, പക്ഷേ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. വിഷമിക്കേണ്ട കേട്ടോ. ഇതെല്ലാ അമ്മമാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കരയുന്നത് കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജാണ്, അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കരച്ചിലിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശാന്തമായി കുഞ്ഞിനോട് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അവരുടെ അസ്വസ്ഥത കുറയുകയും അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയും ചെയ്യും. അവരെന്തായിരിക്കും ഈ കരച്ചിലിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് പുതിയ അമ്മമാരെ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഒന്നാമത്തെ കാരണം വിശന്നിട്ടോ അല്ലെങ്കിൽ ദാഹിച്ചിട്ടോ ആയിരിക്കാം. ഈ കരച്ചിലിനോടൊപ്പം കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റ് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വാ കൊണ്ട് സക്കിങ് മോഷൻസ് കാണിക്കുകയോ ഫിംഗേഴ്സ് സക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കും അവർക്ക് വിശക്കുന്നുണ്ടെന്ന്. അവരുടെ തീരെ ചെറിയ ടമ്മിയാണ്, അത് പെട്ടെന്ന് നിറയുകയും 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങുകയും ചെയ്യും. രണ്ടാമതൊരു കാരണം നാപ്പി അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ നനഞ്ഞിരിക്കുന്നത് ചില കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു സെൻസേഷൻ ഒട്ടും ഇഷ്ടമല്ല. അവരെ വളരെയധികം ഡിസ്കംഫോർട്ട് ആക്കുന്ന ഒന്നാണത്. അപ്പം ഡയപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ എന്ന്. ഡേർട്ടി അല്ലെങ്കിൽ വെറ്റ് ഡയപ്പർ ആണെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് പുതിയ ഫ്രഷ് ഡയപ്പർ ഇട്ടാൽ തന്നെ ആ കാരണം കൊണ്ടാണ് കരയുന്നതെങ്കിൽ അത് മാറിക്കിട്ടും. അടുത്തൊരു കാരണമാണ്, കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ് ഗ്യാസ്, കോളിക്, റിഫ്ലെക്സ് ഇതൊക്കെ. അതായത് ഗ്യാസ് കൊണ്ടുണ്ടാവുന്ന വേദന കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണമാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ കുറേ മാസങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ കുഞ്ഞുങ്ങളെ അപ്രൈറ്റ് ആയിട്ട് എടുത്ത് അവരുടെ ബാക്കിൽ, അതായത് പുറത്ത് ജെൻറ്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്യുകയോ പാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. കുഞ്ഞിന് ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷവും നിർബന്ധമായിട്ടും അവരെ ബർപ്പ് ചെയ്ത് ഗ്യാസ് പോയി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. വേറൊരു കാരണം ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പുതിയ മുഖങ്ങൾ കാണുന്നതും വളരെ ബ്രൈറ്റായ ലൈറ്റ് കാണുന്നതുമൊക്കെ ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. അപ്പോൾ അവരെ കുറച്ച് പ്രകാശം കുറഞ്ഞ ഇരുണ്ട റൂമിലേക്ക് കൊണ്ടുപോവുക, ഒച്ചയും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത കാമായ ഒരിടത്തേക്ക്. വളരെ സോഫ്റ്റായ ബേബി മ്യൂസിക്കൊക്കെ, ബേബി സൗണ്ട്സൊക്കെ സൗണ്ട് കുറച്ച് വയ്ക്കുന്നതും അവരെ സൂത്ത് ചെയ്യാൻ സഹായിക്കുകയും അവരെ ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യും. വേറൊരു കാരണം അവരെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. അതായത് അവർക്ക് ഒരുപാട് തണുപ്പോ ഒരുപാട് ചൂടോ പറ്റില്ല, കോസിയായി വാമായിട്ടിരിക്കണം. ഇന്ത്യയിലെ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് ലെയർ ഉടുപ്പുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, അത് അവരെ അസ്വസ്ഥരാക്കും. അതുപോലെ പുറം രാജ്യത്തുള്ളവരാണെങ്കിൽ, തണുപ്പ് കൂടുതലുള്ള രാജ്യത്താണെങ്കിൽ ഉടുപ്പുകൾ കുറവാണെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുഞ്ഞുങ്ങളുടെ കൈയും കാൽപാദവും ഒക്കെ എപ്പോഴും തണുത്തിട്ടായിരിക്കും. അവരുടെ ടമ്മി വയറിൽ തൊടുമ്പോൾ ചെറിയൊരു ചൂടും ഉണ്ടാവും. ഇതവർക്ക് പൊതുവെ ഇങ്ങനെയാണ്. അവരുടെ ശരീരത്തിൽ നമ്മൾ തൊട്ട് നോക്കുമ്പം കൈയും കാൽപാദവും തണുത്തും വയറിനൊരു ചെറിയ ചൂടും ഉണ്ടാവും. അപ്പോൾ അവരുടെ ടെമ്പറേച്ചർ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവരുടെ കഴുത്തിലും പുറത്തുമൊക്കെ തൊട്ട് നോക്കുക. അതുപോലെ അവരുടെ ഉടുപ്പിൽ എന്തെങ്കിലും ലേബൽ അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തൊരു കാരണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കരയുന്നത് എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും എടുക്കണം, അവരോട് ക്ലോസ് ആയിട്ടിരിക്കണം. ഇതൊക്കെ അവരുടെ ആവശ്യമാണ്. മാതാപിതാക്കളുടെ സൗണ്ട് കേൾക്കാനും അവരുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കാനുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ എടുത്ത് പിടിക്കുക, പാട്ട് പാടി കൊടുക്കുക, സംസാരിക്കുക, എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക. ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തൊട്ടിൽ പോലെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് കിടത്തി പതുക്കെ ആട്ടിയൊക്കെ അവരെ കാം ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കുക, അതവരെ ആശ്വസിപ്പിക്കും. ഇതൊക്കെ ചെയ്തിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞിനെ കൊണ്ട് ഡ്രൈവ് പോവുക. വണ്ടിയുള്ളവരാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് ഒന്ന് ഡ്രൈവ് പോവുക. രണ്ടാമത്തെ ഒരു കാര്യം, കുഞ്ഞിനെ എടുത്തിട്ട് ഒന്ന് നടക്കാൻ പോവുക, പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചെറുതായിട്ട് നടക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ഒന്ന് ഊരി മാറ്റി അവരുടെ കാലൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം അങ്ങനെ ലീവ് ചെയ്യുക.
പിന്നെ വേറൊന്ന്, കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിച്ച് നോക്കുക. അതവരെ ഒരുപാട് റിലാക്സ് ചെയ്യും. ഒന്നും ചെയ്തിട്ടും കുഞ്ഞ് കരച്ച് നിർത്തുന്നില്ല, എന്തോ അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, കുഞ്ഞിന് സുഖമില്ലാത്തതുപോലെ ഒരു ഫീല് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. കാരണം മദേഴ്സിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് പലപ്പോഴും ശരിയാവാറുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു തോന്നലാണല്ലോ ഈ ഇൻസ്റ്റിങ്ക്റ്റ്. മദേഴ്സിന്, അതായത് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്ന ഈ ഉള്ളിൽ നിന്നുള്ള തോന്നൽ മിക്കപ്പോഴും ശരിയാവാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എതിർപ്പ് പറയുന്നൊന്നും വകവയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത്, സംതിങ് ഈസ് റോങ് വിത്ത് മൈ ബേബി എന്ന് നിങ്ങൾക്കൊരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവുക, ഡോക്ടറെ കാണിക്കാം. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ കിട്ടുന്ന ആശ്വാസം, അത് അത്രയും വലുതാണ് ഓരോ അമ്മമാർക്കും. അമ്മമാരോടാണ് ഞാനീ പറയുന്നത്, കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നത് എത്രമാത്രം നിങ്ങളെ അപ്സെറ്റ് ആക്കുമെന്നും നിങ്ങൾക്ക് എത്രമാത്രം ആദ്യം ഉണ്ടാകുമെന്നും അമ്മയായ എല്ലാവർക്കും മനസ്സിലാകും. ചില കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കരയും. അപ്പം നിങ്ങൾക്ക് സ്ട്രെസ്സ് തോന്നുന്നത് വളരെ നോർമലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അതിനൊന്നും ഒരു പ്രയോജനമില്ലാതെ വരുമ്പോൾ. കുഞ്ഞ് സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആരുടെയെങ്കിലും കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുക. ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ എടുത്തൊന്ന് സ്ട്രെസ് അലിയിച്ച് കളയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് ഡിസ്ട്രാക്റ്റ് ആവുക. ബിക്കോസ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിനും. കുഞ്ഞുങ്ങൾക്കെല്ലാം പുതിയതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് പേടിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ആശ്വസിപ്പിക്കുക, സേഫാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ കാമായിട്ട് അവരെ ആശ്വസിപ്പിക്കുമ്പോഴാണ് അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയും അവർ കാമാവുകയും ചെയ്യുന്നത്. ഇത് മറക്കാതെ ഇരിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി കുഞ്ഞ് നിർത്താതെ കരയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, കമൻസിലൂടെ പറയണേ. താങ്ക്